ഹലോ ഫ്രണ്ട്സ്, വെറും 16 രൂപയ്ക്ക് ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, നമുക്ക് നല്ല അടിപൊളി ഒരു സ്റ്റാർ ഉണ്ടാക്കാം കേട്ടോ. ഇത്ര ഭംഗിയായിട്ട് ഭയങ്കര ഈസി ആയിട്ട് കുറച്ച് ക്ഷമ മാത്രം ഉണ്ടായിരുന്നാൽ മതി, നമുക്ക് അടിപൊളി ഒരു സ്റ്റാർ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ 2 A4 സൈസ് പേപ്പർ കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച ചാർട്ട് പേപ്പർ തന്നെ 9 പീസായിട്ട് A4 സൈസ് പേപ്പറിൻ്റെ സൈസിന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിനെ ഇതുപോലെ നടുക്കിന് മടക്കിയിട്ട് ആ മടക്കിൻ്റെ അവിടെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, നമുക്ക് ആ മാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു സൈഡ് വീണ്ടും നമ്മൾ ഈ സെൻറ്ററിലോട്ട് മടക്കിയിട്ട് ഇതുപോലെ 1 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ച് അത് മൊത്തത്തിലൊന്ന് വരയ്ക്കുക. എന്നിട്ട് ആ മാർക്ക് ചെയ്തതിൻ്റെ അകത്ത് നമ്മൾ ഫെവിക്കോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പശയാണ് ഉള്ളത് അത് തേച്ച് കൊടുക്കുക കേട്ടോ. ആ മാർക്കിന് പുറത്തോട്ട് വരാതെ അകത്ത് തന്നെ തേച്ച് കൊടുക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ ഇളകി പോവാത്ത രീതിയിൽ ഗമ്മ് തേച്ച് നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പുറത്തെ വശം നിങ്ങൾക്കിത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ആ അപ്പുറത്തെ വശവും കൂടെ നമ്മൾ മടക്കി നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഓരോ സൈഡും 2 സെൻറ്റിമീറ്റർ 2.5 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 സൈഡും 2.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ അകത്തോട്ട് മടക്കുക. നിങ്ങൾക്ക് അല്ലാണ്ട് വേണമെങ്കിലും മടക്കാം. സ്കെയിൽ വെച്ച് നമ്മൾ മടക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടും. അങ്ങനെ 2 സൈഡും നമ്മൾ ഇതുപോലെ അകത്തോട്ട് മടക്കിയിട്ട് നമ്മൾ ആ പേപ്പറിനെ തിരിച്ച് വെച്ചിട്ട് വീണ്ടും നമ്മൾ മാർക്ക് ചെയ്ത അതേ സ്ഥലത്ത് തന്നെ വീണ്ടും തിരിച്ച് മടക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ പറയുമ്പം കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ തിരിച്ച് മടക്കുക കേട്ടോ. കണ്ടോ, ഇപ്പം എന്താ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഒരു പേപ്പർ ബാഗ് കൊണ്ടാക്കത്തില്ലേ, ആ ഒരു ഷേപ്പിന് നമുക്കത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയ സൈഡ് ഇതുപോലെ അതിൻ്റെ സെൻറ്റർ അകത്തോട്ടാക്കിയിട്ട് 2 സൈഡും നമ്മളിങ്ങനെ ചേർത്ത് വയ്ക്കുക. ഇത് കുറച്ച് പാടായിരിക്കാം, പക്ഷേ ചെയ്തു വരുമ്പോഴത്തേക്കും നല്ല ഈസി ആട്ടോ. ഇത് ചുളിവ് വീഴാതെ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ 2 സൈഡും നമ്മൾ ഇതുപോലെ അകത്തോട്ട് മടക്കുക കേട്ടോ. എന്നിട്ട് താഴെന്ന് 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക കേട്ടോ. രണ്ട് സൈഡ് മാർക്ക് ചെയ്യണം, എങ്കിലും നമുക്ക് എല്ലായിടത്തും 1 സെൻറ്റിമീറ്റർ തന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചിലയിടത്ത് കൂടിയും കുറഞ്ഞൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ഈ 2 ലൈനും കൂടെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കുക 1 സെൻറ്റിമീറ്റർ. എന്നിട്ട് ഈ മാർക്ക് ചെയ്തവിടം നമ്മൾ ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. നമ്മൾ ആ താഴത്തെ ഷീറ്റ് മാത്രം വയ്ക്കുക, ബാക്കിയെല്ലാം നമ്മൾ ഈ 1 സെൻറ്റിമീറ്റർ അളവിന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് മനസ്സിലാവും. കണ്ടോ, ഇതപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ബാക്കി വന്ന പോർഷനിൽ കുറച്ച് നമ്മൾ ഫെവിക്കോൾ തേച്ചിട്ട് അകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം നമുക്ക് കറക്റ്റ് ഒരു എൻവലപ്പിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്.
ഇതുപോലെ ഞാൻ 9 ഷീറ്റിലും ഇതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ 2 A4 സൈസ് പേപ്പറും ബാക്കിയുള്ള 7 എണ്ണം ഞാൻ ചാർട്ട് പേപ്പറിൽ ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ വേണം ചെയ്യാം. ഇങ്ങനെ നമ്മൾ എല്ലാ പേപ്പറിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. ഞാൻ ചെയ്യുന്ന തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടം ഏതാ അതനുസരിച്ച് നിങ്ങൾക്ക് വരയ്ക്കാം. മുകളിൽ ഒന്നെങ്കിൽ ഇങ്ങനെ കൂർന്നിരിക്കുക, അല്ലെങ്കിൽ റൗണ്ടിന് വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം കേട്ടോ. എനിക്കിങ്ങനെ കൂർന്നിരിക്കുന്നതാണ് കുറച്ചും കൂടെ ഇഷ്ടം, അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്തിടം കറക്റ്റായിട്ട് ഇതുപോലെ ഷേപ്പിന് വെട്ടിയെടുക്കുക കേട്ടോ. നമ്മൾ വരയ്ക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഉള്ളതുപോലെ നമുക്ക് തോന്നിയാൽ നമുക്ക് വേണമെങ്കിൽ വെട്ടുന്ന ടൈം അത് കറക്റ്റ് ചെയ്ത് വെട്ടാം കേട്ടോ. പിന്നെ വരയ്ക്കുമ്പോൾ സ്കെയിൽ വെച്ച് വരയ്ക്കുന്നതാണ് നമ്മുടെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ പലയിടത്തും പല ഷേപ്പായി പോവും. ക്ഷമയെന്ന് പറയുന്ന സാധനം ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ കുറച്ചധികം ആവശ്യമുള്ള സാധനം കേട്ടോ. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ്, കാണാൻ നല്ല രസമുണ്ടാവും. അങ്ങനെ നമ്മളിത് ഫുള്ള് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പേപ്പറിൽ നമ്മൾ ഈ സെയിം തന്നെ വെച്ച് ഇതിനെ കോപ്പി ചെയ്യുക കേട്ടോ. അതാണ് നല്ലത്. നമ്മളപ്പം എല്ലാം ഈ ഒരു ഷേപ്പിന് കിട്ടും. പിന്നെ വെട്ടുന്ന ടൈമിൽ ചിലയിടത്ത് സൈസ് കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അത് നമ്മളെ റിസൾട്ടിൽ വലുതായിട്ടൊന്നും ബാധിക്കത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ 9 പേപ്പറും ഇതുപോലെ കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു സ്കെയിൽ വെച്ചിട്ട് സെൻറ്റർ ഫുള്ള് നമ്മൾ നല്ല രീതിയിൽ പശ തേച്ച് കൊടുക്കുക. ഇത് ഫുള്ള് നല്ല രീതിയിൽ ഒട്ടി നിൽക്കണം, അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് കുറച്ച് കട്ടിക്ക് വേണം നമ്മളിത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കിതൊരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു, ഞാൻ സെൻറ്ററിൽ മാത്രമേ പശ തേച്ച് കൊടുത്തത്. താഴെയും കൂടെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ അടുത്ത വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ സെൻറ്ററും താഴ്ഭാഗത്തും കൂടെ നല്ല രീതിയിൽ പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് എങ്ങനെ കളർ വരണം അതിനനുസരിച്ച് നിങ്ങൾ ഇത് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. എനിക്കിങ്ങനെ ഒരു രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹം, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് രണ്ടും താഴെയും മുകളിലും വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ചാർട്ട് പേപ്പർ എല്ലാം സെൻറ്റർ വെച്ചിട്ട് ചെയ്യുന്നത്. ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഗമ്മ് തേച്ച് ഫുൾ 9 എണ്ണം കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തു കേട്ടോ. ഇതുപോലെ 9 എണ്ണം ഒട്ടിച്ചിട്ട് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ മിസ്റ്റേക്കില്ലേ, ഞാൻ താഴെ ഒട്ടിക്കാൻ മറന്നു പോയതുകൊണ്ട് ഇതുപോലെ ഞാൻ ഒട്ടിക്കും കേട്ടോ. കാരണം എൻ്റെ സെൻറ്റർ ഫുള്ള് ഒട്ടിപ്പോയായിരുന്നു, അതുകൊണ്ട് താഴെ ഞാൻ ഓരോന്നായിട്ടെടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കും കേട്ടോ. ഒരു 15 ടു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ അതിനെ ഒന്ന് നിവർത്തിയെടുക്കാം കേട്ടോ.
അധികം ബലമൊന്നും അതിൻ്റെ മുകളിൽ കാണിക്കണ്ട. പതുക്കെ 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 ഇങ്ങനെ നിവർത്തി ഇങ്ങനെ എടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു നൂല് വെച്ചിട്ട്, നല്ല കട്ടിയുള്ള നൂല് വെച്ചിട്ട് നമ്മളതൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു സൂചിയിൽ നൂല് കയറ്റിയിട്ട് അതാ ഇങ്ങനെ വെച്ചിട്ട് കെട്ടി കൊടുക്കുന്നത്. അപ്പം ഇച്ചിരി സ്ട്രോങ് ആയിട്ട് ഒരിക്കും ആ പേപ്പറും കീറിപ്പോകത്തില്ല. നമ്മൾ ഭയങ്കര ബലപ്പിച്ച് കെട്ടാനും പാടില്ല, കാരണം പേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കെട്ടുന്നിടത്തുനിന്ന് കീറി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് കെട്ടുക കേട്ടോ. കുറച്ച് ലൂസാക്കി എന്നാൽ അതിങ്ങനെ വിരിഞ്ഞു പോകാത്ത ടൈപ്പിൽ കെട്ടുക കേട്ടോ. അങ്ങനെ നമ്മുടെ ലോ ബഡ്ജറ്റ് സ്റ്റാർ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെറും 16 രൂപയ്ക്കാണ് ഞാൻ ഈ സ്റ്റാർ ചെയ്തേക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.